തങ്ങന്മാരെ കുറ്റം പറയണ നിങ്ങളല്ലേ, ഞങ്ങൾക്ക് എന്തിനാ തങ്ങന്മാരെ കുറ്റം പറയേണ്ട കാര്യം? അഹ്ലു ബൈത്തോ ആണോ അല്ലേ, തങ്ങളോ ആണോ അല്ലേ, ആണെങ്കിൽ എന്ത് അല്ലെങ്കിൽ എന്ത്, ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ മുസ്ലിമീങ്ങൾക്കൊരു നിയമമുണ്ട്. ഏത് തങ്ങന്മാരാന്ന് പറഞ്ഞ് ആര് വരുന്നുണ്ടെങ്കിലും നിങ്ങളൊരു നിയമം പഠിച്ചോ. അതെന്താ നിയമം എന്നറിയോ? അള്ളാഹിൻ്റെ റസൂലിൻ്റെ കുടുംബത്തിലുള്ള ആളെന്നെയാണെന്ന് കൃത്യമായിട്ടാണ് തെളിഞ്ഞു. അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാലത്ത് അബൂലഹബ് എന്നിട്ടെന്തേ നരകത്തിലാണ് ആ ഖുർആൻ പറഞ്ഞത്. കുടുംബക്കാരനായതുകൊണ്ട് സ്വർഗത്ത് കിട്ടും, മഹത്വമൊന്നും ഉണ്ടാവില്ല. മുത്ത് റസൂല് പഠിപ്പിച്ചത് എന്താണോ അതനുസരിച്ച് ജീവിക്കുന്ന തങ്ങളാണോ എന്നാ ബഹുമാനുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥാനമല്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, അല്ലാഹ് നിങ്ങൾക്ക് കൊണ്ടുവന്നത് നിങ്ങൾ മുറുകെ പിടിക്കണേ. തങ്ങൾ കൊണ്ടുവന്നത് മുറുകെ പിടിക്കണം എന്നല്ല, റസൂല് കൊണ്ടുവന്നത് മുറുകെ പിടിക്കണം. അപ്പൊ റസൂല് കൊണ്ടുവന്നതാണോ ഇവിടുത്തെ തങ്ങന്മാര് പഠിപ്പിക്കുന്നത്? എന്നാൽ അവർക്ക് ബഹുമാനവും ആദരവൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ ഒരു വിലയുമില്ല. അങ്ങനെയുണ്ട് പറയണോ, അങ്ങനെയുണ്ട് പറയണോ? എന്നാൽ ഇത് എൻ്റെ വാക്കല്ല, സാക്ഷാൽ ഖാസിമി പറയട്ടെ. അതെ, ഖാസിമി പറയുകയാണെന്ത്? തങ്ങന്മാരാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തങ്ങന്മാര് തങ്ങന്മാരെ സ്ഥാനത്ത് നിന്നാലേ തങ്ങളാവുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു വിലയുമില്ല. ഇത് റഹ്മത്തുള്ളാ ഖാസിമി എന്ന് പറയുന്ന മുസ്ലിയാരെ കൊണ്ട് ഞാൻ ഇവിടെ പറയിപ്പിക്കുന്നു. എല്ലാ തങ്ങന്മാരെയും ബഹുമാനിക്കണം, പക്ഷെ അവരനുസരിക്കണമെങ്കിൽ അവർക്ക് ദീനുണ്ടായിരിക്കണം. അവർ കൽപ്പിച്ചതും അവർ നേതൃത്വം കൊടുക്കുന്നതും അവർ ഉദ്ഘാടനം ചെയ്യുന്നതും ദീനായിരിക്കണം. തങ്ങൾ ഫഖുദൂഹു എന്നല്ല, റസൂൽ കൊണ്ടുവന്നത് പിടിച്ചോ, റസൂൽ ഒഴിവാക്കാൻ പറഞ്ഞത് ഒഴിവാക്കിക്കോ. എന്നാലോ രക്ഷപ്പെട്ടു. ലോകങ്ങളെ കൂട്ടത്തിൽ പെടുത്തട്ടെ.